BJP NDAക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പാർട്ടിയുടെ പേരിൽ എല്ലാവരുടെ പേരിൽ വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വിജയത്തിന് പിന്നിൽ വികസിത കേരളം ടീം വികസിത കേരളം ഓരോരോ സഹപ്രവർത്തകരുടെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനം ആണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഓപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ്, രാഷ്ട്രീയ മെസ്സേജ്. ആർക്കൊരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFൻ്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവർ ശബരിമലയെ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആൻറ്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷൻ്റെ കാലമാണ്. നമ്മളിവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.